തിരുവനന്തപുരം DCC പ്രസിഡന്റായി N. ശക്തൻ ഇന്ന് ചുമതലയേൽക്കും. മുൻ DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ച സാഹചര്യത്തിലാണ് N. ശക്തൻ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുന്നത്. വിവരങ്ങളുമായി ബിനോയ് ചേർന്നു. ബിനോയ്, ഇന്ന് ശക്തൻ ചുമതലയേൽക്കുകയാണ്. ഈ ഒരു പാലോട് രവി ഏറെ വിവാദത്തിനൊടുവിലാണ് രാജിവെച്ചത്. ആ ഒരു ഒടുവിലേക്കാണ് N. ശക്തൻ താൽക്കാലികമായി ചുമതല ഏറ്റെടുക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? 2 ദിവസം മുമ്പാണ് പാലോട് രവി രാജിവെച്ചത്. കാരണം കോൺഗ്രസിൻ്റെ തലസ്ഥാനത്തെ DCC പ്രസിഡൻ്റായിരുന്നു പാലോട് രവി. കഴിഞ്ഞ ദിവസം അദ്ദേഹം 3 മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലോക്ക് പ്രസിഡന്റുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം വലിയ തരത്തിൽ വിവാദത്തിലേക്ക് കലാശിച്ചിരുന്നു. കാരണം കോൺഗ്രസിനെതിരെ തന്നെ ഉയർത്തിയ ചില വിവാദങ്ങൾ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. ഈ അവസരത്തിലാണ് ഇന്നലെ തന്നെ പുതിയ DCC ഭാരവാഹിയായിട്ട് DCC പ്രസിഡന്റായിട്ട് N. ശക്തനെ, മുൻ സ്പീക്കർ കൂടിയായ N. ശക്തനെ തിരഞ്ഞെടുത്തത്. കാരണം ആ ജില്ലയിലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. N. ശക്തന് ഇന്ന് 12 മണിക്ക് ചുമതല ഏൽക്കുകയാണ്. കാരണം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ തരത്തിലൊരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് AICCയുടെ വിലയിരുത്തൽ. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജില്ലയിലെ മുതിർന്ന നേതാവും ഗ്രൂപ്പിന് അതീതനായ ഒരു നേതാവ് കൂടിയായ N. ശക്തനെ ഇപ്പോൾ DCC ഭാരവാഹിയാക്കുന്നു, അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അദ്ദേഹം തിരുവനന്തപുരം DCC ഓഫീസിലെത്തി ചുമതലയേൽക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അടുത്ത KPCC പുനഃസംഘടന വരെ N. ശക്തൻ തുടരും. അതേസമയം പുതിയ DCC ഭാരവാഹികളുടെ ലിസ്റ്റിൽ, പ്രസിഡന്റുമാരുടെ ലിസ്റ്റിൽ 4 പേരാണ് ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. ശബരിനാഥ്, VS ശിവകുമാർ, ശരത്ചന്ദ്ര പ്രസാദ് ഉൾപ്പെടെ മുതിർന്ന നേതാക്കന്മാരുടെ പേരുകൾ ഈ പട്ടികയിലുണ്ട്. ഇതിൽ നിന്നും ഒരാളിനെ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശം KPCCക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെയായും പരിഗണിച്ചിട്ടില്ല. പകരം N. ശക്തൻ ജില്ലാ പ്രസിഡന്റായി അധികാരമേൽക്കുകയാണ്. മാത്രവുമല്ല, ജില്ലയിൽ വലിയ തരത്തിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഒരിക്കൽ പോലും തിരിച്ചു വരാൻ കഴിയത്തില്ല എന്ന തരത്തിലുള്ള ഒരു വാക്കാണ് പാലോട് രവി അന്ന് ടെലിഫോൺ സംഭാഷണത്തിലൂടെ പറഞ്ഞത്. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകും. മാത്രവുമല്ല, ഇനി വരുന്ന ദിവസങ്ങളിൽ BJPക്ക് വലിയ തരത്തിലുള്ള ഉയർച്ച ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഇതാണ് AICCയും KPCCയും നേതാക്കന്മാരെയൊക്കെ തന്നെ വലിയ തരത്തിൽ ചൊടിപ്പിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വൈകുന്നേരം വിശദീകരണം ചോദിച്ചെങ്കിലും തൊട്ടു പിന്നാലെ പാലോട് രവി തന്നെ രാജിക്കത്ത് കൊടുക്കുകയായിരുന്നു. രാജിക്കത്ത് സ്വീകരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ജില്ലയിൽ വലിയ തരത്തിൽ ഒരു രാഷ്ട്രീയപരമായ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ N. ശക്തനെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്താനാണ് ഇപ്പോൾ KPCC ആലോചിക്കുന്നത്. ഒപ്പം വോട്ടർ പട്ടികയുടെ കരട് ലിസ്റ്റ് ഉടൻ പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പരാതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ പരാതികൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ള ചുമതലയാണ് ഇപ്പോൾ N. ശക്തന് നൽകിയിരിക്കുന്നത്. ഒപ്പം ആരുടെയെങ്കിലും നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും പരാതി ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതുകൂടി പരിഹരിച്ചു പോകണം എന്നുള്ളൊരു നിർദ്ദേശവും ഇന്നലെ KPCC നേതൃത്വം N. ശക്തന് നൽകിയിട്ടുണ്ട്. കാരണം വലിയ തരത്തിലെ പരാതിയാണ് പാലോട് രവിക്കെതിരെ ജില്ലയിൽ ഉണ്ടായിരുന്നത്. മുതിർന്ന നേതാക്കന്മാരുടെ പിന്നാലെ കൂടുകയും അണികളുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുന്നൊരു സമീപനം പാലോട് രവിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇത്തരം സമീപനം വെച്ചുപൊറിപ്പിക്കാനാവില്ല എന്ന് ചില നേതാക്കന്മാർ തന്നെ നേരിട്ട് KPCC ഭാരവാഹികളെ അറിയിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം കൂടി ജില്ലയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അണികൾക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഗ്രൂപ്പുപരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നൊരു നിർദ്ദേശവും KPCC N. ശക്തന് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി പാലോട് രവിയോട് വലിയ തരത്തിൽ ഒരു അടുപ്പമില്ലാത്ത രീതിയായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാർക്കും ഒപ്പം അണികൾക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും നെടുമങ്ങാട് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് പിന്നിൽ പാലോട് രവി ആയിരുന്ന തരത്തിൽ വലിയ ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അദ്ദേഹം രാജിക്ക് തയ്യാറായെങ്കിലും മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ട് ആ രാജിയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു. പിന്നീട് AICC നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു യോഗത്തിൽ വെച്ച് ദേശഭക്തിഗാനം തെറ്റിച്ച് ചൊല്ലിയത് വലിയ തരത്തിൽ വിവാദമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ടെലിഫോൺ സംഭാഷണം. ഇത് ഏകദേശം 4 മാസം മുമ്പാണ് ഇത്തരത്തിലൊരു ടെലിഫോൺ സംഭാഷണം നടത്തിയെന്നാണ് പാലോട് രവി പറയുന്നത്. അദ്ദേഹം പറയുന്നത് താൻ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, അതായത് ഇതിൻ്റെ ഒരു നല്ല വശം ചിന്തിച്ചുകൊണ്ട് ആളുകളിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അത്തരത്തിലൊരു ശ്രമം നടത്തുമ്പോഴും അതിൻ്റെ മറ്റൊരു ഭാഗം മാത്രമാണ് മാധ്യമങ്ങൾ എടുത്ത് അത് ചർച്ച ചെയ്തത്. ഒപ്പം തന്നോടൊപ്പം ഉണ്ടായിരുന്ന ജലീലും താനുമായിട്ട്, ജലീൽ കുറേ നാളുകളായിട്ട് ആ ഭാഗത്ത്, അതായത് ഈ
തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് ഭാഗത്തുള്ള ഒരു നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയ തരത്തിൽ കാര്യമായ പ്രവർത്തനം നടത്തുന്നില്ല. അത്തരത്തിൽ പ്രവർത്തനം കുറച്ചുകൂടി ഊർജിതമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സംസാരിച്ചത്. എന്നാൽ ആ വാക്കുകളുടെ അർത്ഥം മറ്റൊരു തലത്തിലേക്ക് മാറിയതാണ്, തനിക്ക് ബുദ്ധിമുട്ടായി മാറിയെന്നും KPCC ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരം വിശദീകരണങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ KPCC ഭാരവാഹികൾ തയ്യാറായിട്ടില്ല. കർശന നടപടിയുമായി മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശം AICC മുന്നോട്ട് വെച്ചിരുന്നത്. കാരണം വളരെയധികം വിജയസാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ജില്ലാ പ്രസിഡന്റ് തന്നെ ഇങ്ങനെ കോൺഗ്രസിന് പ്രതികൂലമായ തരത്തിൽ ഒരു ചർച്ച നടത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാടാണ് AICCയും KPCCയും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആണ് ശക്തമായ ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങുകയും ചെയ്തത്. വരും ദിവസങ്ങളിൽ ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു സൂചനയാണ് ഇത്തരത്തിൽ പാലോട് രവിക്കെതിരെ ഉണ്ടായ നടപടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം പല സ്ഥലങ്ങളിൽ പല മേഖലകളിലൊക്കെ ഗ്രൂപ്പ് തിരിച്ചുള്ള സംഭാഷണങ്ങൾ, കോൺഗ്രസിന് എതിരെയുള്ള സംഭാഷണങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ യാതൊരു തരത്തിലുള്ള അനുകൂല സ്വഭാവവും ഉണ്ടാകില്ല. പകരം ശക്തമായ നടപടിയിലേക്ക് പാർട്ടി നീങ്ങും എന്നുള്ള ഒരു സൂചന കൂടി ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും എൻ ശക്തൻ ഇന്ന് ചുമതലയേൽക്കുന്നതോടുകൂടി തന്നെ ജില്ലയിൽ ഒരു മുതിർന്ന നേതാവ് ജില്ലാ കമ്മിറ്റി ഭാരവാഹിയായി എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത. അതുമാത്രമല്ല, ജില്ലയിലെ എല്ലാ അണികൾക്കും അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ട്. സ്പീക്കർ നിലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ജനകീയനായ നേതാവെന്ന കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈ DCC പ്രസിഡന്റ് നിലയിലേക്ക് കൊണ്ടുവരുന്നത്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മറ്റ് പരിപാടികളിലേക്ക് നീങ്ങാം എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനം. അതേസമയം KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതുവരെയായും ഒരു സമവായത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. പ്രസിഡന്റ് സണ്ണി ജോസഫും ഒപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരുമാണ് ചർച്ചയിൽ പങ്കെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ആഴ്ച തന്നെ വീണ്ടും ചർച്ചയുണ്ടാകും. അതിനുശേഷം KPCC പുനഃസംഘടന എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. KPCC പുനഃസംഘടനയ്ക്കൊപ്പം തന്നെ DCC ഭാരവാഹികളെ തീരുമാനിക്കുകയും ചെയ്യും. ആ അവസരത്തിൽ തിരുവനന്തപുരത്തിന് പുതിയ DCC ഭാരവാഹിയെ നൽകും എന്നാണ് KPCC ഭാരവാഹികൾ പറയുന്നത്. ദീപ്തി. ശരി. തിരുവനന്തപുരം DCC പ്രസിഡന്റായി N ശക്തൻ ഇന്ന് ചുമതലയേൽക്കും. മുൻ DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ച സാഹചര്യത്തിലാണ് N ശക്തൻ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുന്നത്. D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.